സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അരുന്ധതിയോട് ഉള്ള സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ദേവിക തുറന്നു പറയുന്നു. തൻ്റെ ഭർത്താവിനോട് സത്യങ്ങൾ മറച്ചു വെക്കുന്നതിനെ തുടർന്ന് തൻ്റെ കുടുംബജീവിതം താളം തെറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്നീ സത്യങ്ങൾ പറയാൻ അനുവദിക്കണം, അല്ലെങ്കിൽ ഈ വർക്കും കൂടി കഴിയുമ്പോഴത്തേക്കും തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് പറയുമ്പോഴത്തേക്കും അരുന്ധതി തൽക്കാലം ഉടനെ ഒരു തീരുമാനം പറയാൻ പറ്റത്തില്ല, ആലോചിച്ചിട്ട് മതി എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നു, ഇന്ന സമയമൊന്നും ഞാൻ പറഞ്ഞില്ല മേഡം, മേഡം ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ പതിവ് പോലെ ഋഷി കിടന്ന് ബെല്ലടിക്കുകയും ചെയ്യുന്നുണ്ട്. ദേവികയാണെങ്കിൽ പോകുന്നില്ല, അവൾക്ക് വർക്ക് ചെയ്യാനുണ്ട്. മാത്രമല്ല ഋഷിയുടെ കാര്യങ്ങൾ ഇനി താൻ ചെയ്യേണ്ട, ജിൻസി ഉണ്ടല്ലോ, ജിൻസി അല്ലേ ഹോം നേഴ്സായിട്ട് നിൽക്കുന്നത്, അവൾ തന്നെ ചെയ്യട്ടെ എന്നുള്ളൊരു മനോഭാവത്തിൽ അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം നിർത്താതെ ബെല്ലടിക്കുന്നു. ജിൻസി പോകുന്നില്ല എന്ന് കണ്ട് ദേവികയാണെങ്കിൽ ജിൻസിയോട് വന്ന് പറയുന്നുണ്ട്, ഋഷി നിർത്താതെ ബെല്ലടിക്കുന്നത് കേട്ടില്ലേ, ജിൻസി ഒന്ന് ചെന്ന് നോക്ക്, എന്തിനാണെന്ന് അറിയത്തില്ല, ഞാൻ ഇനി എത്ര ബെല്ലടിച്ചാലും പോകത്തില്ല, അങ്ങനെ പോകേണ്ട ആവശ്യം എനിക്കില്ല, മേഡം തന്നെ പറഞ്ഞിരുന്നില്ലേ ഋഷിക്ക് നിന്നെ കാണാനാ താല്പര്യം, നിന്നെ കാണാൻ വേണ്ടിയിട്ട് അവ ഈ ബഹളം ഉണ്ടാക്കുന്നത്, നീ വേണമെങ്കിൽ കയറിച്ചെല്ല്. അതെന്താ ജിൻസി അങ്ങനെ പറയുന്നത്, എൻ്റെ ഡ്യൂട്ടി വേറെയല്ലേ, നിന്നെയല്ലേ ഋഷിയെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്, നീയല്ലേ ഇപ്പോൾ ചെല്ലേണ്ടേ എന്ന് പറയുമ്പം ജിൻസി മറ്റൊരർത്ഥത്തിൽ ദേവികയും ഋഷിയും തമ്മിൽ വ്യാഖ്യാനിച്ച് പറയുമ്പോൾ അത് ദേവിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഒടുവിൽ ആ ഒരു ഒച്ച കേട്ട് രണ്ടുപേരും അങ്ങോട്ട് ഓടി ചെല്ലുമ്പോഴത്തേക്കും ദേവിയെ കാണാഞ്ഞിട്ട് ഋഷിയാണെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി വരാൻ ശ്രമിക്കുന്ന സമയത്ത് താഴേക്ക് തള്ളി വീഴുന്നു. കുറേ വർഷങ്ങളായിട്ട് ഋഷി കിടപ്പിലായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് കാലുകൾ നിലത്ത് വെച്ചപ്പോൾ ബാലൻസ് തെറ്റി വീണതാണ്. പെട്ടെന്ന് തന്നെ ദേവികയും ജിൻസിയും കൂടെ പോയി ഋഷിയെ തട്ടി വിളിക്കുന്നെങ്കിലും അവൻ കണ്ണ് തുറക്കുന്നില്ല. അങ്ങനെ അവർ അവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഋഷിയെ കാണാൻ ഓടി വന്ന അരുന്ധതി നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ജിൻസിയുടെ കവളത്ത് ആഞ്ഞു വീശി അടിച്ചിട്ട് പറയുന്നുണ്ട്, ഇന്നത്തോടെ നിൻ്റെ സേവനം മതി, നിനക്ക് തരാനുള്ള ക്യാഷ് എന്തുവാന്ന് വെച്ചാൽ അക്കൗണ്ടിൽ വന്നേക്കും, മര്യാദയ്ക്ക് എൻ്റെ കൺമുന്നിൽ നിന്ന് പൊക്കോ എന്നൊക്കെ പറഞ്ഞു ജിൻസി എന്ന് ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നു എന്ന് മനസ്സിലാക്കി അവളുടെ രൂപവും സ്വഭാവവും ഒക്കെ മാറുന്നുണ്ട്. ഓഹോ, എന്നെ പറഞ്ഞു വിടാനല്ലേ തീരുമാനം, അതെന്താ നിൻ്റെ രൂപത്തിലും സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം? ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവികയെ നോക്കി ദേഷ്യപ്പെട്ടിട്ട് അവൾ അങ്ങ് പോകുന്നു. വീണ്ടും എന്തൊക്കെയോ പാര വെക്കാനുള്ള ശ്രമമാണ് ജിൻസിയുടെ മനസ്സിൽ. അതേസമയം അരുന്ധതി കുറേ മാനസിക വിഷമങ്ങൾ ദേവികയോട് പറയുന്നുണ്ട്. നീ ജോലിയിൽ നിന്ന് പോകുന്നു പറഞ്ഞു കേട്ടപ്പം തൊട്ട് എൻ്റെ മനസ്സിൽ എന്തുമാത്രം അങ്കലാപ്പാണെന്ന് അറിയാമോ, എൻ്റെ മകന് ഊണിലും ഉറക്കത്തിലും നിൻ്റെ വിചാരം മാത്രമേ ഉള്ളൂ, നിന്നെ കാണാതായ എൻ്റെ മകൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു, നിനക്കതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ, നിനക്ക് ഏതോ ഒരു ചെറുപ്പക്കാരന്, എനിക്കങ്ങനല്ല, എൻ്റെ മകനല്ലേ, അവൻ എന്തെങ്കിലും ആപത്ത് പറ്റിയിരുന്നെങ്കിൽ എൻ്റെ ഈശ്വര എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഡോക്ടർ അകത്തേക്ക് വിളിക്കുന്നു. അപ്പോഴും പറയുന്നുണ്ട് ഡോക്ടർ, ഈ വീഴ്ച നല്ലൊരു സൂചനയാണ്, കുറേ വർഷങ്ങളായിട്ട് എണീക്കുന്നില്ലായിരുന്നല്ലോ, എണീക്കാൻ തുടങ്ങുമ്പം കൊച്ചുകുട്ടികൾ ആദ്യമൊക്കെ എണീറ്റ് നടക്കുമ്പം തള്ളി വീണല്ലേ നടക്കുന്നത്, അതുപോലെ ഋഷി നടക്കാൻ തുടങ്ങുന്നതിൻ്റെ സൂചനയാണ്. ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണം ദേവികയാണെന്നുള്ള കാര്യം അരുന്ധതി ഡോക്ടറോട് പറയുന്ന സമയത്ത് എങ്കിൽ ദേവികയെ സ്ഥിരമായി ഋഷിയോടൊപ്പം നിർത്താൻ നോക്കണം എന്ന് പറയുന്നു. പുറത്തിറങ്ങി വന്ന് ദേവികയുടെ കൈ പിടിച്ച് ഒരുപാട് സന്തോഷം പ്രകടമാക്കുന്നുണ്ട് അരുന്ധതി മേഡം. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ്റെ ഈ മാറ്റത്തിന് ഒരേ ഒരാളോട് മാത്രമേ കടപ്പെട്ടിരിക്കുന്നു, അത് ദേവികയോടാണ്. എന്താ മേഡം, എന്താ സംഭവിച്ചതെന്ന് ദേവിക ചോദിക്കുമ്പം അരുന്ധതി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അവന് നടക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു സൂചനയായിരുന്നു. കുറേ വർഷത്തിന് ശേഷമല്ലേ ഋഷി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയത്, അതുകൊണ്ട് ബാലൻസ് തെറ്റി വീണതാണ്, ഇത് നല്ലൊരു ലക്ഷണമാണ്, അവൻ എണീറ്റ് നടക്കുമെന്ന് ഡോക്ടർ വാക്ക് തന്നിരിക്കുന്നു. ദേവികയോടല്ലാതെ മറ്റാരോടും എനിക്ക് നന്ദി പറയാനില്ല, ജിൻസി കുറേ വർഷമായിട്ട് അവനെ നോക്കുന്നുണ്ട്, എങ്കിലും യാതൊരു മാറ്റവുമില്ല, ദേവികയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവിക്ക് ശരിക്കും പറഞ്ഞ് സന്തോഷമാകുന്നുണ്ടെങ്കിലും അതേസമയം സങ്കടമാകുന്നുണ്ട്. അരുന്ധതി മേഡം എന്തായാലും തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കില്ല എന്ന് മനസ്സിലാക്കി വിഷമമുണ്ട്. എന്നാൽ നന്ദനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് ഋഷിയെ നോക്കുന്നതിന് ദേവിക്ക് യാതൊരു പരാതിയില്ല, ഇത് മറച്ചു വെച്ച് ഇങ്ങനെ നോക്കേണ്ടി വരുന്നത് കൊണ്ടുള്ള വിഷമമാണ്. അതേസമയം നമ്മുടെ സിദ്ധാർത്ഥനാണെങ്കിൽ പാർട്ടി ഓഫീസിലേക്ക് പോകുന്നു. അടിയന്തര മീറ്റിംഗ് കൂടിയിട്ട് തന്നെ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുത്തോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് പോയതാണ്. സിദ്ധാർത്ഥൻ്റെ പേര് ദേശീയ സമിതിക്ക് അയച്ചു, പക്ഷേ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ്റെ മുഖം അങ്ങ് വല്ലാണ്ട് വാഴുന്നുണ്ട്. ഇത് അരുന്ധതിയുടെ കെണി തന്നെയാണ്, സിദ്ധാർത്ഥനെ ഒരു കാരണവശാലും സ്ഥാനാർത്ഥിയായിട്ട് നിർത്തരുതെന്ന് അവർ വിളിച്ച് പറഞ്ഞിരുന്നുവല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് സിദ്ധാർത്ഥനെ പാർട്ടി തഴയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇലക്ഷന് നിൽക്കണമെന്നോ പൊതുസേവനം ചെയ്യണമെന്നും ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന സിദ്ധാർത്ഥന് ആഗ്രഹമേ ഇല്ലായിരുന്നു. കുടുംബമായിട്ട് മുന്നോട്ട് ജീവിച്ചു പോകണം, സന്തോഷത്തോടെ ഓരോ നിമിഷങ്ങളും അവർക്കൊപ്പം നിൽക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന സിദ്ധാർത്ഥൻ്റെ മനസ്സിലേക്ക് പാർട്ടി തന്നെയാണ് വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം, പൊതുസേവനത്തിന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചത്. എന്നിട്ട് പാർട്ടി തന്നെ അയാളെ തള്ളിക്കളയുന്നു. സങ്കടത്തോടെ പ്രഭാവതിയോട് വന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നു. ശരിക്കും പറഞ്ഞാൽ വിളിച്ചു വരുത്തി അപമാനിച്ചതിന് തുല്യമാണ്.
ഇതെന്നോട് ഫോണിൽ പറയേണ്ട കാര്യമേ ഉള്ളായിരുന്നു. വിളിച്ചു വരുത്തി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമമായെന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതി പറയുന്നു, സിദ്ധാർത്ഥൻ വിഷമിക്കേണ്ട, പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ സാധിച്ചില്ലെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടെങ്കിലും സിദ്ധുവിന് മത്സരിക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ അടുത്തിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഇപ്പം പാർട്ടി തന്നെ എന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കളികളുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. സിദ്ധാർത്ഥൻ പറയുന്ന സമയത്ത് പ്രഭാവതി പറയുന്നു, അത് കുറേ നാളുകൊണ്ട് എനിക്ക് തോന്നിയതാണ്. ശരിക്കും പറഞ്ഞാൽ സിദ്ധു ജയിലിൽ കടന്ന സമയത്ത് കേസിൻ്റെ വാദം നടന്ന ആ സമയങ്ങളിലൊക്കെ കേസ് വിജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ത്യാഗരാജൻ ഒരുപാട് കളികൾ കളിച്ചിരുന്നു. ഒരിക്കലും അയാൾക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അയാളുടെ പിന്നിൽ ആരും ഉണ്ട്. നമ്മൾ പോലും അറിയാത്ത നമ്മുടെ ശത്രു മറഞ്ഞിരുന്ന് കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് പ്രഭാവതിയും പറയുന്നു. ബോധം നഷ്ടമായി കിടന്ന ഋഷിയാണെങ്കിൽ കണ്ണ് തുറക്കുന്നുണ്ട്. കണ്ണ് തുറന്നതും സ്വന്തം അമ്മയല്ല കാണണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞത്, ലിയെ കാണണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പം നേഴ്സുമാർ ഡോക്ടറിനെ അറിയിക്കുന്നുണ്ട് ഋഷിക്ക് ബോധം വന്നു, ലിയെ കാണണമെന്ന് വാശി പിടിക്കുന്നു എന്ന് പറയുമ്പം ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് വന്ന അരുന്ധതി മേഡത്തിനോട് പറയുന്നുണ്ട് ഋഷിക്ക് ബോധം വന്നു, ലിയെ കാണണമെന്ന് വാശി പിടിക്കുന്നുണ്ട്. ആരാണ് ലീ എന്ന് ചോദിക്കുമ്പം അരുന്ധതി മേഡം പറയുന്നത്, ഈ നിൽക്കുന്ന ദേവികയാണ് അവൻ്റെ ലീ, എൻ്റെ ഓഫീസിലെ സ്റ്റാഫാണെന്ന് പറയുമ്പം കാണണമെന്ന് വാശി പിടിക്കുന്നു. കയറി കാണണമെങ്കിൽ കാണാമെന്ന് പറയുമ്പോൾ അരുന്ധതി മേഡം ദേവികയോട് പറയുന്നുണ്ട്, രാവിലെ തന്നെ നിന്നെ കാണാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോഴല്ലേ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്, ഇപ്പോഴും നിന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. എന്തായാലും അവനെ വിഷമിപ്പിക്കേണ്ട, ദേവിക ഒന്ന് കയറി കണ്ടേക്ക് എന്ന് പറയുന്നത് കേട്ടിട്ട് ദേവികയ്ക്കാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും താൻ കാരണമാണ് ഋഷിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയെന്നുള്ളൊരു കുറ്റബോധത്തിന് കയറി കാണാനായിട്ട് പോകുന്നുണ്ട്. മനസ്സിൽ ഒരുപാട് വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട് ഋഷിയെ കാണുമ്പോഴും. ഋഷിക്കാണെങ്കിൽ ദേവികയെ കണ്ടതിൻ്റെ സന്തോഷവും. എന്തൊക്കെ പറഞ്ഞാലും ദേവികയുടെ ജീവിതം വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. നന്ദനാണെങ്കിൽ ദേവികയെ പറ്റി തൻ്റെ ഉറ്റ സുഹൃത്തായ മുരളിയോട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുന്നു. വിശ്വസിക്കാനാകാതെ ഗൗരിയെ വിളിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഗിരീഷ് മാഷിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ഫോട്ടോ ഉൾപ്പെടെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അതും പ്രകാരം അവർ രണ്ടാളും തിരക്കി നടക്കുകയും ചെയ്യുന്നു. എന്തൊക്കെ പറഞ്ഞാലും ദേവികയോട് ഈ ഫോട്ടോ കാണിച്ച് ചോദിക്കേണ്ട കാര്യമുള്ളായിരുന്നു. എന്നിട്ടും ദേവിക തന്നെ ഇന്ന് സത്യങ്ങൾ മറയ്ക്കുന്നു എന്ന് തോന്നിക്കുന്നെങ്കിൽ ഗിരീഷ് മാഷിനോട് പറഞ്ഞ് അല്ലെങ്കിൽ മുരളിയോടൊക്കെ പറഞ്ഞ് തിരക്കി നടക്കുന്നതിന് ഒരു അർത്ഥം ഉണ്ടായിരുന്നു. നേരിട്ട് ചോദിച്ചിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങൾ ചിലപ്പോൾ അവസാനിച്ചതിന്. കാരണം സത്യമൊക്കെ മറന്ന് ദേവിക നന്ദനെ സമാധാനിപ്പിക്കാനായിട്ട് എല്ലാം തുറന്നു പറഞ്ഞേനെ. ഇതിപ്പോൾ വല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഗിരീഷ് മാഷാണെങ്കിൽ നന്ദനോട് പറയുന്നുണ്ട്, എന്തായാലും നീ വീട്ടിലേക്ക് ചെല്ല്, എൻ്റെ കൂട്ടുകാരൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, അവനെ കാണാനായിട്ട് പോയിട്ട് വന്നിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാം എന്ന് പറഞ്ഞു പോകുന്നു. മിക്കവാറും ഋഷിയെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും ഗിരീഷും വരുന്നത്. മറഞ്ഞു നിന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അയാളായിട്ട് കണ്ടുപിടിക്കും. നന്ദൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോയെന്നറിയാൻ ചിലപ്പം ഗിരീഷ് മാഷ് ദേവികയെ വിളിച്ച് ചോദിക്കുമായിരിക്കും ഇപ്പോൾ എവിടെ നിൽക്കുന്നത്. അപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞാൽ അവൾ എന്തൊക്കെയോ മറയ്ക്കുന്നെന്നുള്ള കാര്യം ഉറപ്പിക്കാമല്ലോ. അങ്ങനെയും ചിലപ്പം ഗിരീഷ് വിളിച്ച് നോക്കാനും ചാൻസ് ഉണ്ട്. കാത്തിരിക്കാം.